വീട്ടിലെ കാര്യം വരുമ്പോൾ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടും സീരിയസ് ആയിട്ടും കാര്യങ്ങൾ ചെയ്യും. ഭഗവാന്റെ കാര്യം വരുമ്പോൾ മാത്രം നമ്മൾ എക്സ്ക്യൂസുകൾ കണ്ടുപിടിക്കും. എക്സ്ക്യൂസുകൾ എന്ന് പറഞ്ഞാൽ എന്താ? പല പല ന്യായീകരണങ്ങൾ. ഇതായതുകൊണ്ടാണ് നമ്മളിത് മാറ്റി ചെയ്യാത്തത്, അതായതുകൊണ്ടാണ് ചെയ്യാത്തത്, ഇതായതുകൊണ്ടാണ് ചെയ്യാത്തത്, അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്തേനെ, അല്ലെങ്കിൽ ഞാൻ ചെയ്തേനെ. അത് നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യം നോക്കാൻ നമ്മൾ എത്രത്തോളം സീരിയസ് ആയിട്ടിരിക്കുന്നു, ഒരു പക്ഷെ അധീനം സീരിയസ് ആയിട്ടിരിക്കണം നമ്മൾ ഭഗവാന്റെ കാര്യത്തിൽ. കുറച്ചും കൂടെ ഒരു നല്ല ഉദാഹരണം എന്ന് പറഞ്ഞാൽ മിലിറ്ററി ഓഫീസേഴ്സ്. നാരദ മഹർഷി പറയുന്നു, നാരദ പഞ്ചരാത്രത്തിൽ, നമ്മളൊരു സൈനികനെ പോലെ ഇരിക്കണം, ഒരു സോൾജറിനെ പോലെ ഇരിക്കണം ഭക്തർ എന്ന് പറഞ്ഞു. സോൾജറുടെ അവസ്ഥ എന്തായിരിക്കും? ഒന്നും പറയാൻ കഴിയില്ല. കാലാവസ്ഥ വളരെ മോശമായിരിക്കാം, ശത്രുക്കൾ ഏത് സമയത്തും ആക്രമിക്കാം, ഭക്ഷണം ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടത്തില്ല. പക്ഷേ കുടുംബം ഒരുപാട് ദൂരെയാണ്, വ്യക്തിപരമായിട്ട് റിലാക്സ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, സമാധാനമായിട്ട് ഇരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ലക്ഷ്യമുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. ഇതേപോലെയാണ് ഭക്തരിക്കുന്നത്. യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ഒരു സോൾജറിനെ പോലെ, ഒരു സൈനികനെ പോലെ, ഒരു യോദ്ധാവിനെ പോലെ നമ്മൾ ഭക്തരിക്കും. ഒരു നിമിഷം പോലും അശ്രദ്ധ കാണിക്കരുത്. ഒരു നിമിഷത്തെ അശ്രദ്ധ നമ്മുടെ ജീവൻ പോവും. നമ്മുടെ ജീവൻ പോയി കഴിഞ്ഞാൽ ശത്രുവിന് കയറാൻ നല്ലൊരു അവസരമാണ് നമ്മുടെ ടെറിട്ടറിയിലേക്ക്. ഇതേപോലെയാണ് ഭക്തർ നിൽക്കേണ്ടത്. ഒരു നിമിഷം പോലും അശ്രദ്ധ കാണിക്കരുത്. ഒരു നിമിഷം അശ്രദ്ധ കാണിച്ചാൽ മായാദേവി കയറും. നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കും, നമ്മുടെ മനസ്സിൽ പ്രവേശിക്കും, നമ്മുടെ സംസാരത്തിൽ പ്രവേശിക്കും. അപ്പോൾ നമുക്ക് മാത്രമല്ല തടസ്സം, നമ്മുടെ ചുറ്റുമുള്ള ഭക്തർക്കും തടസ്സം ഉണ്ടാകും. ഒന്നാലോചിച്ചു. അതായത് ശത്രു രാജ്യത്തിൽ നിന്നും ഒരു കൂട്ടം തീവ്രവാദികൾ രാജ്യത്തിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കാതിരിക്കട്ടെ. എന്നിട്ട് ഒരു യോദ്ധാവിനെ കൊന്നു, ഒരു സോൾജറിനെ കൊന്ന്, എന്നിട്ട് ആ സോൾജറിന്റെ വേഷത്തിൽ ഉള്ളിൽ കയറിയിരിക്കും. മറ്റു സോൾജേഴ്സ് ആരും ഇത് അറിയുന്നില്ല. അവർ ഇദ്ദേഹത്തെ വിശ്വസിച്ച് ഇത് നമ്മുടെ കൂട്ടത്തിൽ ഒരാളാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ ഈ വ്യക്തി ക്രമേണ ഓരോരോ ആൾക്കാരെയും കൊന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവിടെയെല്ലാം ഇവൻ്റെ ആൾക്കാരെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയിരിക്കും? ഇതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. മായാദേവി മെല്ലെ മെല്ലെ നുഴഞ്ഞു കയറും ഭക്തകൂട്ടങ്ങൾ. നമ്മളിലൂടെ കയറാൻ ഒരിക്കലും അനുവദിക്കരുത്. നമ്മൾ ഒരിക്കലും മായാദേവിയുടെ ഉപകരണമായി മാറരുത്. മായാദേവിയുടെ ഉപകരണമായി മാറിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം? നമ്മൾ പുറമെ ഭക്തരായിട്ടിരിക്കും, പക്ഷെ ഉള്ളിനുള്ളിൽ ഭക്തരല്ല. നമ്മൾ ഉള്ളിനുള്ളിൽ ഭക്തരാകുമ്പോൾ മായാദേവിക്ക് കയറാൻ കഴിയും. ശരീരത്തിന് പല പല ക്ലേശങ്ങൾ മായാദേവിക്ക് കൊടുക്കാൻ പറ്റും, പക്ഷെ മനസ്സ് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ദേവി മനസ്സിലാക്കും. മനസ്സിൽ മായാദേവി പല പല ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്നാലും നമ്മൾ തീരുമാനമെടുത്ത് നമ്മുടെ ബുദ്ധിയിലൂടെ ആ മനസ്സിനെ പിടിച്ചു നിർത്തും. ശരീരം ഓട്ടോമാറ്റിക്കലി ശരിയാവും. ശരീരത്തിൽ പല രോഗങ്ങൾ വരും, ഉത്സാഹം കെട്ടുപോകും, ചിലപ്പോൾ തളർച്ച തോന്നും. പക്ഷേ മനസ്സിനെ ഉപയോഗിച്ച് ശരീരത്തെ കീഴ്പ്പെടുത്തുക. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുക. മായാദേവിയുടെ ഏറ്റവും വലിയ വെപ്പൺ എന്ന് പറഞ്ഞാൽ ശരീരത്തെയാണ്. മനസ്സിനെ ഉപയോഗിച്ച് ശരീരത്തെ നമ്മൾ കീഴ്പ്പെടുത്തണം. മേൽപ്പത്തൂർ നാരായണപട്ടത്തിൽ പാടിനെ കണ്ടില്ലേ അല്ലേ? വാതരോഗമൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കുക, പക്ഷെ എന്നിട്ടും ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക, ഭഗവാന് വേണ്ടി നാരായണീയം എഴുതിക്കൊണ്ടിരിക്കുക. പൂന്താനം നമ്പൂതിരിപ്പാട് അല്ലേ? പല പല അപമാനങ്ങൾ സഹിക്കേണ്ടി വരും. അതേപോലെ നമ്മുടെ ശരീരത്തെ അപമാനിക്കും പല വ്യക്തികളും, പലതും പറഞ്ഞുകൊണ്ട്, പലതും കളിയാക്കി, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളെയോ സംസാരത്തെയോ കുറ്റപ്പെടുത്തി. പുറം ലോകത്ത് ഭക്തരല്ലാത്തവർ നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാം. പക്ഷെ ഇതിലൊന്നും നമ്മുടെ മനസ്സ് തളർന്നു പോകുന്നത്. മനസ്സ് ഉപയോഗിക്കുക ശരീരത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി. അങ്ങനെ നമ്മൾ ഭക്തി പുരോഗമിച്ചേണ്ടി വരും.
അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് മായാദേവിക്ക് ഒരിക്കലും കയറാൻ അവസരം കൊടുക്കരുത്. നമ്മളെപ്പോഴും ജാഗരൂകരായിട്ടിരിക്കുക, ഒരു സോൾജറിനെ പോലെ. സോൾജർ എപ്പോഴും എന്താ, എല്ലാ ദിവസവും ട്രെയിനിങ് എടുക്കും, വർക്കൗട്ട് ചെയ്യും, വാമപ്പ് ചെയ്യും, അല്ലേ, പ്രാക്ടീസ് ചെയ്യും. കാരണം എന്താ, ഏത് നിമിഷമായിരിക്കും അറ്റാക്ക് വരുന്നതെന്ന് പറയാൻ കഴിയില്ല. ആ അറ്റാക്ക് വരുന്ന സമയത്ത് സോൾജർ എപ്പോഴും റെഡി ആയിരിക്കണം. മുൻകൂട്ടി പറഞ്ഞിട്ടായിരിക്കത്തില്ല ശത്രുക്കൾ ആക്രമിക്കുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും അറ്റാക്ക് ചെയ്യുന്നത്. ഇതേപോലെയാണ് മായാദേവി എന്ന് മനസ്സിലാക്കുന്നത്. മായാദേവിയുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, നമ്മളെ ഭക്തിയിൽ നിന്ന് അകറ്റുക. എത്രത്തോളം നേരം ഭഗവാനിൽ നിന്ന് അകറ്റി നിർത്താൻ പറ്റുമോ അത്രത്തോളം അകറ്റി നിർത്തുക. ഇതാണ് മായാദേവിയുടെ ലക്ഷ്യം. അകറ്റി നിർത്തുമ്പോൾ എന്ത് പറ്റും? ഉത്സാഹം പോകും. അതുകൊണ്ട് നമ്മൾ ഭക്ത കൂട്ടായ്മയിൽ നിൽക്കുകയാണെങ്കിൽ മായാദേവിയുടെ ആദ്യത്തെ ലക്ഷ്യം ഭക്ത കൂട്ടായ്മയിൽ നിന്ന് നമ്മളെ അകറ്റുക എന്നാണ്. കാരണം ഭക്ത കൂട്ടായ്മയിൽ നിന്ന് അകറ്റുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ജപം കുറയും, ഭക്തിയിലുള്ള ഉത്സാഹം കുറയും. നമ്മൾ വിചാരിക്കും കുഴപ്പമില്ല, അവിടെ ഒന്നും പോയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളെപ്പോഴും ജപിച്ചാൽ പോരെ, 16 മാലയും 4 യവനങ്ങളും പാലിച്ചാൽ പോരെ. അങ്ങനെ ആദ്യം നമുക്ക് തോന്നും. ഭക്തരുമായിട്ട് ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കാം, ഒറ്റയ്ക്കൊക്കെ ഭക്തിയൊക്കെ പരിശീലിക്കാം, നമുക്കൊക്കെ വൃന്ദാവനത്തിലൊക്കെ പോവാം, പിന്നെ ഭഗവാന്റെ ദർശനമൊക്കെ എടുക്കാം. നോട്ട് ഈസി. നമ്മൾ വിചാരിക്കും നമ്മൾ ശരിയായിട്ടുള്ള വഴിയിലൂടെയാണ് പോകുന്നതെന്ന്. പക്ഷെ ഗുരുവിൻ്റെയും ഭക്തരുടെയും അനുഗ്രഹവും കാരുണ്യവും ഗൈഡൻസും ഇല്ലാതെ ആർക്കും ഭക്തി പുരോഗമിക്കാൻ കഴിയില്ല. മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ എപ്പോഴും സുരക്ഷിതരായിട്ടിരിക്കുന്നത് ഭക്ത കൂട്ടായ്മയിലാണ്. അതുകൊണ്ട് ഭക്ത കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ഭക്തരുമായി സഹകരിച്ച് ഒത്തൊരുമിച്ച് ഭഗവാന് വേണ്ടി സേവനം ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ ഭക്തിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. അപ്പോൾ എന്ത് വെച്ചാൽ കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ ഭക്തിയിൽ ഉറയ്ക്കും. പക്ഷെ എന്നാലും മായാദേവി വിടത്തില്ല. അങ്ങനെ ഒരു തുടർച്ചയായിട്ടുള്ളൊരു യുദ്ധമാണ്, ഒരു പോരാട്ടമാണ്. ജീവിതാന്ത്യം വരെ, അവസാന നിമിഷം വരെ ഈ പോരാട്ടം കാണുന്നതാണ്. അവിടെ യുദ്ധം തീരുന്നില്ല, അവസാന നിമിഷം വരെ യുദ്ധം കാണും. അതുകൊണ്ട് എപ്പോഴും അലർട്ടായിട്ടിരിക്കുക.